ഇപ്പോൾ നമുക്കൊപ്പം എം ഡിയുടെ സാഹിത്യ ജീവിതവും എം ഡിയുടെ പുസ്തകരചനയും എം ഡിയിലെ പത്രാധിപരെയും ഒക്കെ അടുത്ത് കാണാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ്. ഏറ്റവും അവസാനം മലയാള മനോരമയുടെ ഭാഷാഭൂഷണി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായി പ്രവർത്തിക്കുകയും ഒരുപാട് കാലം മാതൃഭൂമിയിൽ ജോലി ചെയ്യുകയും ചെയ്ത കെ സി നാരായണൻ ഇപ്പോൾ നമ്മുടെ പദ്ധതി ആഷ്മി താജ് ഇബ്രാഹിമിനൊപ്പം ഉണ്ട്. ആഷ്മി, കെ സിക്ക് എന്താണ് എം ഡിയെക്കുറിച്ച് ഓർമ്മിക്കാനുള്ളത്? ഉറപ്പായും നമുക്ക് ചോദിക്കാം. കെ സി നാരായണൻ ഇപ്പോൾ എം ഡിയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്നതിൻ്റെ മഹാഭാഗ്യമായി കരുതുന്നവരാണ് ഞങ്ങളൊക്കെ. അദ്ദേഹത്തിനും അടുത്ത് പ്രവർത്തിച്ചു, അദ്ദേഹത്തിൻ്റെ സാഹിത്യ വഴികളിലൊക്കെ സജീവമായി ഇടപെട്ടു. എം ഡി ബാക്കി വെക്കുന്ന ഓർമ്മകൾ എന്താണ്? എം ഡിക്ക് മരണമുണ്ടോ യഥാർത്ഥത്തിൽ? എം ടി സിയുടെ സാഹിത്യത്തിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കലയ്ക്ക് മരണമില്ല. അത് ഞാൻ പറയാൻ കാരണം, ഞാനൊക്കെയാണ് അത് വായിച്ച് വളർന്ന ഒരു തലമുറ. എനിക്ക് ശേഷം ഒരു 3 4 തലമുറ സാഹിത്യത്തിൽ വന്നുപോയി. ഈ എല്ലാ തലമുറയിലും ഒരുപോലെ ആകർഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതമല്ലേ? ആ അത്ഭുതമാണ് എം ടി. ഏത് തലമുറ വരുമ്പോഴും അവർക്ക് എം ടി ഏറ്റവും പ്രിയമാവും. ഇപ്പോൾ ഈ രണ്ടാമൂഴം എല്ലാ തലമുറകളെയും ആകർഷിച്ച ഒരു കൃതിയാണ്. അത് ഇപ്പോഴും 85 90 എഡിഷനുകളെ വിറ്റുപോയി. അപ്പോൾ അങ്ങനെ എല്ലാ തലമുറകൾക്കും ഹൃദ്യമാവുകയും പ്രാപ്യമാവുകയും ചെയ്യുക എന്നുള്ളൊരു എഴുത്തുകാരനെ സംബന്ധിച്ചോളം വലിയ വിജയമാണ്. അപ്പോൾ എഴുത്തുകാരൻ മാത്രമല്ല എം ടി, എഴുത്തുകാരനായിരിക്കെ തന്നെ ഒരു 1965 അദ്ദേഹം സിനിമയിലേക്ക് കടന്നു. സിനിമയിൽ മുറപ്പെണ്ണിലൂടെയാണ് അദ്ദേഹം വന്നത്. അവിടെ ആ സിനിമാ രംഗത്തും അദ്ദേഹം ഈ വിജയം ആവർത്തിച്ചു. 7 കൊല്ലം കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയായ നിർമാല്യത്തിന് പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടുക. അങ്ങനെ സിനിമാ ജീവിതം, അതിനോടൊപ്പം പത്രാധിപത്യം എന്നുള്ള വേറൊരു ജീവിതം. ആ പത്രാധിപത്യത്തിലാണ് മലയാള സാഹിത്യത്തിലെ ഏറ്റവും പുതിയ ഒരുപാട് എഴുത്തുകാരെ അദ്ദേഹം കൊണ്ടുവന്നത്. അങ്ങനെ എഴുത്തുകാരെ കൊണ്ടുവന്നുവല്ലോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഞാൻ കൊണ്ടുവന്നതല്ല വരുന്നു. സക്കറിയ ഞാൻ കൊണ്ടുവന്നതല്ല, സക്കറിയ അവിടെ ഉണ്ടായിരുന്നു, ഞാനൊരു നിമിത്തമായി അങ്ങനെ സക്കറിയ വന്നു, അത്രയേ ഉള്ളൂ. അദ്ദേഹം അതിൽ ഒരിക്കലും അവകാശവാദം പ്രഖ്യാപിക്കില്ല. അതുപോലെ ഈ കുറച്ചു കാലം അധ്യാപകനായിരുന്നു. നല്ലോണം കഥ പറയാൻ അറിയുന്നൊരു അധ്യാപകനായി. കണക്ക് ക്ലാസ്സിലാണ് പോകണമെന്നാലും അദ്ദേഹം കഥ പറഞ്ഞിട്ടാണ് കുട്ടികളെ വശീകരിക്കുക, പഠിപ്പിക്കുക. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ആഗ്രഹം കേരള കോളേജിൽ ഒരു ലെക്ചറായിട്ട് കിട്ടുക മലയാളം, അതായിരുന്നു ആദ്യം. പക്ഷേ എംഎക്ക് പോകാനൊന്നും സാധ്യത ഉണ്ടായിരുന്നില്ല. പിന്നെ പത്രപ്രവർത്തനത്തിൽ വന്നു. പത്രപ്രവർത്തനം, അതുപോലെ സിനിമാ ജീവിതം, സാഹിത്യ എഴുത്ത്, ഇതായിരുന്നു അദ്ദേഹം. ഈ മൂന്നിൻ്റെയും കോമ്പിനേഷൻ മാത്രമല്ല, അതിനപ്പുറം ഇപ്പം തിരൂർ തുഞ്ചൻ പറമ്പിനെ വലിയൊരു സാംസ്കാരിക സ്ഥാപനമാക്കി വളർത്തിയെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ കഠിനമായ പ്രയത്നവും അർപ്പണബോധമുണ്ട്. ഇങ്ങനെ 3-4 രംഗങ്ങളിലൂടെ അദ്ദേഹം സദാ സാഹിത്യത്തിലും സാംസ്കാരിക പ്രവർത്തനത്തിലും സജീവമായിട്ട് നിലനിന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അസാധാരണത്വം എന്ന് പറയാം. താങ്ക് യു സർ. എന്തായാലും SKN നമ്മൾ പറയുന്നത് പോലെ എം ഡി വാസുദേവൻ നായർ എന്ന് പറയുന്നത് പല തലമുറകളിലേക്ക് 3, 4, 5 തലമുറകളിലേക്ക് ഒരേപോലെ സ്വാധീനിക്കപ്പെടുന്ന ഒരു മഹാമേരുവായി, മഹാവടവൃക്ഷമായി ഇനിയുള്ള കാലത്തോളം, മലയാളിയുമുള്ള കാലത്തോളം ആ കൃതികൾക്ക് മരണമില്ല എന്ന് പറയുകയായിരുന്നു ശ്രീ കെ സി നാരായണൻ. അതുതന്നെയാണ് SKN അല്പസമയം മുൻപാണ് ഇവിടെ അബ്ദുസ്സമദ് സമദാനി വന്നത്. അബ്ദുസ്സമദ് സമദാനി പറയുകയായിരുന്നു, എം ഡി വാസുദേവൻ നായർ ഒരു പൊതുമനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി, മതരാഷ്ട്രീയത്തിനതീതമായി, അല്ലെങ്കിൽ മതങ്ങൾക്കതീതമായി, സമുദായങ്ങൾക്കതീതമായി കേരളത്തിൽ ആര് പറഞ്ഞാൽ ഏത് വിഷയത്തിലും പോയി സമീപിക്കാവുന്ന, ആരോടും ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു പൊതുമനുഷ്യൻ, എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു പൊതുമനുഷ്യൻ ആയിരുന്നു, മഹാമേരുവായിരുന്നു എം ഡി വാസുദേവൻ നായർ എന്ന് പറയുക ഓർക്കുകയായിരുന്നു അബ്ദുസ്സമദ് സമദാനി MP. അതോടൊപ്പം തന്നെ കണ്ടാലൊരു സന്യാസി, അങ്ങേയറ്റം നിസ്സംഗൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആർത്തിരമ്പുന്ന കടലിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അബ്ദുസ്സമദ് സമദാനി MP. അവിടെ KR മീരയുടെ പ്രതികരണം അല്പസമയം മുൻപ് വന്ന് KR മീര പറഞ്ഞത്, ഒരിക്കലും മലയാളിക്ക് ഒളിച്ചോടാൻ കഴിയില്ല, എം ഡിയിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. എൻ്റെ എഴുത്തെ ചിട്ടപ്പെടുത്തിയതിൽ എം ഡിയുടെ പങ്ക് വലുതാണ്. ആ തലമുറ എഴുത്തുകാരിൽ ഒട്ടുമിക്ക എല്ലാവരിലും ഏറിയും കുറഞ്ഞുമൊക്കെ എം ഡി വാസുദേവൻ നായരുണ്ട്. അങ്ങനെ എം ഡി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ശീർഷകം, പ്രഭാവർമ്മ ഓർത്തെടുക്കുന്നത് എം ഡി വാസുദേവൻ എന്നാൽ മലയാളത്തിൻ്റെ ടൈറ്റിൽ എന്നാണ്. മലയാളത്തിൻ്റെ ശീർഷകം നഷ്ടമായി, മലയാള ഭാഷ അനാഥമാകുന്നു എന്ന് പറയുന്നവർ നമ്മളിവിടെ കാണുന്നുണ്ട്. SKN ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് വരുന്നു, അവസാനമായി വരുന്നു കാണുകയാണ്. അവിടെ വീട്ടിനുള്ളിൽ അവസാനമായ സിതാര എന്ന് പറയുന്ന വീടിനുള്ള അവസാന വിശ്രമത്തിലാണ് എം ഡി വാസുദേവൻ നായർ. അല്പസമയത്തിനകം നേരത്തെ 4 മണിയോടുകൂടി ഇവിടുന്ന് മാവൂർ റോഡ് ശ്മശാനത്തിൽ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ചിലപ്പോൾ അതിന് അല്പസമയം മുൻപ് അങ്ങോട്ട് കൊണ്ടുപോയേക്കാനും മതി. കാര്യം ജീവിച്ചിരുന്നപ്പോൾ കാണിച്ച നിഷ്കർഷയോളം തന്നെ മരിച്ചാലും ആ നിഷ്കർഷ തുടരുന്നു എം ഡി വാസുദേവൻ നായർ. ഒരു തരത്തിലുള്ള കെട്ടുകാഴ്ചകൾക്കും നിൽക്കാനില്ല, ഏതെങ്കിലും തരത്തിൽ പൊതുദർശനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗിക ബഹുമതികളോ വേണ്ട എന്ന് നേരത്തെ തന്നെ പറഞ്ഞ്, എന്ന് പറഞ്ഞാൽ
ഒരു മൗനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖഭാവം എപ്പോഴും ഒരു മൗനിയുടെ മുഖഭാവമായിരുന്നു. ഉള്ളിൽ ഒരു കടൽ ആർത്തലച്ചിരമ്പുമ്പോഴും ആ കടൽ ക്രിയാത്മക ഒരു കടലായിരുന്നു. പക്ഷേ മുൻ മന്ത്രി എം കെ മുനീറിനെ പോലെയുള്ളവർ ചിലരെങ്കിലും പറയുന്നുണ്ട് അവരുടെ സാമീപ്യത്തിൽ അങ്ങേയറ്റം വാചാലനായി കാണുന്നത് അത് അപൂർവമായി മാത്രമാണ്. പക്ഷേ ആ മൗനമാണ് അദ്ദേഹത്തിൻ്റെ വാചാലമാവുന്ന തൂലിക മാത്രമാണ്. അത് പരമാവധി വാചാലമാവുന്നുണ്ടായിരുന്നു. അത് ഈ തിരക്കഥകളിലൂടെ, നോവലുകളിലൂടെ, ചെറുകഥകളിലൂടെ, ലേഖനങ്ങളിലൂടെയൊക്കെ ആ തൂലിക SKN പരമാവധി വാചാലമായി. അതിനപ്പുറമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആരാധക സ്തുതിഗീതങ്ങളിലോ സ്തുതിപാഠങ്ങളിലോ ഒന്നും അദ്ദേഹം അഭിരമിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമേ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പൊതുദർശനമൊന്നും വേണ്ട എന്ന് നേരത്തെ തന്നെ പറയാനുള്ള കാരണം. അതൊന്നും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ എൻജോയ് ചെയ്തിരുന്ന ഒരാളല്ല. അത് കാരണം മരിച്ചു കഴിഞ്ഞാൽ ആരോരും അറിയാതെ അങ്ങ് പോവുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തെ കാണാൻ ഇങ്ങോട്ടേക്ക് നൂറ് കണക്കിന് മനുഷ്യർ, സാധാരണക്കാർ അല്ലാത്തവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് SKN.